ഹായ്യ, നമുക്കിന്ന് ഒരു ലസാനി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒറിഗാനോ, പാഴ്സലി, ഇതൊക്കെ ഇറ്റാലിയൻ സ്പൈസസ് ആണല്ലോ. പിന്നെ കുറച്ച് ബട്ടർ വേണം. ബട്ടറാണ് ഇതിൻ്റെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻറ്റ്. കാരണം നമ്മൾ ഇറ്റാലിയൻ ഡിഷസ് ഒന്നും ഓയിലുണ്ടാക്കില്ല. യൂസ് ചെയ്യുന്ന ഓയിൽ ഒലിവ് ഓയിൽ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ്. പിന്നെ പാസ്ത ഷീറ്റ്സ് വേണം. പിന്നെ വൈറ്റ് സോസ് ഉണ്ടാക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ബട്ടറല്ലല്ലോ, ഗാർലിക്ക്, മിൽക്ക്, അതുപോലെ തന്നെ കുറച്ച് മൈദപ്പൊടി. പിന്നെ ഞാൻ എഗ്ഗ് എടുത്തിട്ടുണ്ട്, കുറച്ച് വെജിറ്റബിൾസും എടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസ് എൻ്റെ കയ്യിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ കുറച്ച് ഉള്ളിയും തക്കാളിയും കൂടി വഴറ്റിയിട്ട് അതിലേക്ക് ഒരു കുറച്ച് മാത്രം ഗ്രീൻ പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോസൺ ഗ്രീൻ പീസില്ല, അത് നല്ല സോഫ്റ്റാണ്. അപ്പം അതും കൂടെ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. വലിയ കാര്യമായിട്ട് അതിൻ്റെ ടേസ്റ്റൊന്നും കൂടുതൽ ഒരുപാട് കടിക്കാനിരുന്ന് കഴിഞ്ഞാൽ കൊള്ളത്തില്ല. അപ്പം ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടൊരു 4-5 എണ്ണമൊക്കെ ഇട്ടിട്ടുള്ളൂ. 4-5 എണ്ണമല്ല, അത്ര വളരെ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഞാനിവിടെ ഒരു അബദ്ധം കാണിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യമേ തന്നെ പാസ്ത സോസാണ് ഉണ്ടാക്കിയത്, വൈറ്റ് സോസാണ് ഉണ്ടാക്കിയത്. ഈ വൈറ്റ് സോസ് ഉണ്ടാക്കുന്നത് അതൊരു ബാഡ് ഐഡിയ ആണ്. കാര്യം നമ്മളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം വൈറ്റ് സോസ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അത് കട്ട പിടിക്കത്തില്ല. ഇനി കട്ട പിടിച്ചാലും വലിയ സീനൊന്നുമില്ല, നമുക്ക് അടുത്ത് കുറച്ച് മിൽക്കും കൂടെ ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഇതിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ചെയ്യുമ്പോൾ ആദ്യം ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ലാസ്റ്റ് വൈറ്റ് സോസ് ഉണ്ടാക്കാനായിട്ട് നോക്കുക. ബട്ടർ കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ഇടണം കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബട്ടറിനകത്തേക്ക് നമ്മൾ മൈദ ഇടുമ്പോൾ അല്ലെങ്കിൽ അതെല്ലാം കൂടി കട്ട പിടിക്കും. അപ്പം ഒരു രസം ഉണ്ടാവില്ല കാണാനും, അത് പ്രോപ്പർലി നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ബട്ടർ കുറച്ചധികം ഇടുക. അതിലേക്ക് ഗാർലിക് ഇടുക. ഈ ഗാർലിക്കും ബട്ടറും കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണം, നല്ല സ്മെല്ലാണ് അത്. അതിനുശേഷം അതിലേക്ക് ഞാൻ കുറച്ച് മൈദപ്പൊടി ഇട്ടു. അതൊന്ന് സോട്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ കാണുമ്പോൾ അറിയായിരിക്കും അത്യാവശ്യം എല്ലായിടത്തേക്കും ആ ബട്ടറുമായിട്ട് മൈദ നല്ല രീതിയിൽ ബ്ലെൻഡായിട്ടുണ്ട്. പിന്നെ നമുക്ക് 1 കപ്പ് പാലാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ ഞാൻ അങ്ങനെ അളവൊന്നും എടുത്തിട്ടല്ല ഒഴിക്കുന്നത്, ഞാൻ കുറച്ചങ്ങ് ഒഴിക്കും. എന്നിട്ട് എനിക്ക് ആ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തിരി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, വീണ്ടും കുറച്ചും കൂടെ ആഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പാസ്ത സോസ് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത്. മീൻവൈൽ നമുക്ക് ചിക്കൻ വറുക്കാനും കൂടി നോക്കാം. അപ്പം ഇപ്പോൾ ഈ എണ്ണ കുറച്ച് മുന്നേ മുട്ട ബജി ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് റെമനൻസ് എടുക്കുന്നുണ്ട്, ഞാൻ അതൊക്കെ എടുത്ത് മാറ്റുമായിരുന്നു. നമുക്കതിലേക്ക് തന്നെ ഈ ഒരു ചിക്കനും കൂടി വറുത്തെടുക്കാം. അപ്പോൾ അതവിടെ നിന്ന് ചൂടാവട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ പാസ്ത സോസ് ഏകദേശം ഇത് കൈയെടുക്കാതെ എന്താ പറയുക, ഇളക്കിക്കൊണ്ടിരിക്കണം എന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് അങ്ങോട്ടേക്കൊന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്തിരി കട്ടിയായി തുടങ്ങിയിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി പാലൊഴിച്ചു. പിന്നെ ഒറിഗാനോയ്ക്ക് നല്ല സ്മെല്ലാണ് ഇത് ഈ വൈറ്റ് സോസിനകത്തേക്ക് വരുന്ന സമയത്ത്. ഞാനിത്തിരി പാഴ്സലിയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ കുറച്ച് ഉപ്പും നമുക്ക് ആവശ്യത്തിന്. അപ്പോൾ അത് സെറ്റായി, അത് മാറ്റി വെച്ചു. ഇനി നമുക്ക് ചിക്കൻ്റെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ചിക്കനെല്ലാം ഇട്ട് കൊടുക്കാം. കുറച്ച് ചിക്കനാണ് കേട്ടോ ഉള്ളൂ. ഞാൻ ഇവിടെ എനിക്ക് ആക്ച്വലി ബോൺലെസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഞാൻ ലെഗ് പീസിൽ നിന്ന് ബോൺലെസ് കട്ട് ചെയ്തെടുത്തതാണ്. ലെഗ് പീസിൽ നിന്ന് നല്ല പോർഷൻസ് കട്ട് ചെയ്തെടുത്തിട്ട് അത് മാരിനേറ്റ് ചെയ്തതാണ്. കുറച്ച് മതിയല്ലോ. അങ്ങനെ അതും സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അതവിടെ കിടന്നാകട്ടെ. ഇനി നമുക്ക് ഈ പാത്രങ്ങളൊക്കെ വൃത്തിയാക്കി വയ്ക്കാം. അപ്പോൾ ഞാൻ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിക്കനായി വരുമ്പോഴത്തേക്കും നമുക്കിവിടെ കുറച്ച് പാത്രങ്ങളുള്ളതൊക്കെ കഴുകിയെടുക്കാം. എന്നിട്ട് നമുക്ക് അതേ പ്ലേറ്റ്സ് യൂസ് ചെയ്തിട്ട് ഇത് വറുത്ത് കോരാനും അത് തന്നെ എടുക്കാം. അതേപോലെ നമുക്ക് അടുത്ത സെക്ഷൻസ് ചെയ്യാനുള്ള പാത്രങ്ങളും കൂടെ സെറ്റാക്കി വയ്ക്കാം. അപ്പോഴത്തേക്കും നമുക്കിനി മുട്ട മിക്സ് ഉണ്ടാക്കാനുണ്ട്, അതുപോലെ തന്നെ വെജിറ്റബിൾ മിക്സ്. തൽക്കാലം നമുക്ക് ആ പരിപാടികളൊക്കെ അവിടെ അവസാനിപ്പിച്ച് ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മറിച്ചിടാം. ചിക്കൻ ഏകദേശം ഒരു സൈഡ് ആയിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. ചിക്കൻ ആകാനായിട്ട് വളരെ സ്മോൾ പീസായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ആയിക്കോളും. അപ്പോൾ ചിക്കൻ ഒന്ന് നമുക്ക് തിരിച്ചിടാം. അതോടൊപ്പം തന്നെ നമുക്ക് മുട്ട ഉണ്ടാക്കാനുള്ള കാര്യങ്ങളും കൂടെ സെറ്റ് ചെയ്യാം, മുട്ട മിക്സ് ഉണ്ടാക്കാനായിട്ട്.
അതിനായിട്ട് വേറൊരു പാൻ നമുക്ക് ചൂടാക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് അഗെയിൻ ബട്ടർ ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാം നമ്മൾ ഉണ്ടാക്കുന്നത് ബട്ടറിലാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അഗെയിൻ വെളുത്തുള്ളി ഇടേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ വെളുത്തുള്ളിയും ബട്ടറും കൂടെ കൂടിയിട്ട് ബട്ടറിൽ വെളുത്തുള്ളി കിടന്ന് സോട്ട് ചെയ്യുമ്പോഴുള്ള സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് അത് ഒബ്വിയസ്ലി കുറച്ച് ടേസ്റ്റ് ആഡ് ഓൺ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വെളുത്തുള്ളി അതിനകത്തേക്ക് ഇടുകയാണ്. പ്ലസ് ഞാനൊരു 3 എഗ്ഗാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊന്ന് സോട്ടായി കഴിയുമ്പോഴത്തേക്കും ജസ്റ്റ് കുറച്ച് 1 മിനിറ്റൊന്നും വേണ്ട കേട്ടോ, പെട്ടെന്ന് സോട്ടായിക്കോളും. അതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാൻ 3 മുട്ടയാണ് എടുത്തേക്കുന്നത്. ഞാനൊരു 3 എഗ്ഗാണ് എടുത്തേക്കുന്നത്. അത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇച്ചിരി വലിയ പീസായിട്ട് തന്നെ മിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. കാരണം നമുക്ക് ഈ ഓരോരോ പീസിലും നല്ല രീതിയിൽ അത് കടിക്കാൻ കിട്ടും എഗ്ഗ്. കുറച്ചും കൂടെ സ്ക്രാമ്പിൾഡ് എഗ്ഗിൻ്റെ അതുപോലെ ചെറുതായിട്ടിടേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഞാനൊരു അബദ്ധം വീണ്ടും ചെയ്തു. ഞാനിത് വെളിയിൽ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടല്ല ഒഴിച്ചത്. ഇൻസ്റ്റഡ് പാനിലേക്ക് തന്നെ ഡയറക്റ്റ് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ 3 എഗ്ഗായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിതൊരു സ്ലോ ആയിപ്പോയി. ഫസ്റ്റ് എഗ്ഗ് കുറച്ചധികം താഴെയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നിരുന്നു. അപ്പോൾ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരുമിച്ച് ഒഴിക്കുകയാണെങ്കിൽ എല്ലാത്തിൻ്റെ വേവ് ഒരുപോലെ ഇരിക്കും. പക്ഷെ എന്നാലും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ കുറച്ച് ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് ഇടാം. അതുപോലെ തന്നെ കുറച്ച് ഒറിഗാനോ കൂടി ആഡ് ചെയ്യാം. ഒറിഗാനോ നമ്മൾ ഈച്ച് സെക്ഷനിലും ചേർക്കുന്നുണ്ട്, പക്ഷെ അത് ആഡ് ഓൺ ചെയ്യുള്ളൂ കേട്ടോ ടേസ്റ്റ്. അപ്പം ഞാനിപ്പോൾ ഉപ്പ് നോക്കിയതായിരുന്നു. ഉപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടു. അപ്പോൾ അത് സെറ്റായി. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതേ പാനിൽ തന്നെ വെജിറ്റബിൾ മിക്സും കൂടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് റെഡി. ഓരോന്നാകുന്നത് മാറ്റി വയ്ക്കാം. ചിക്കനും റെഡിയായി. ചിക്കനും നമുക്ക് ആ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ചിക്കനെല്ലാം ഇവിടെ റെഡിയായി. നമുക്കിതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് വെജിറ്റബിൾസിൻ്റെ സെക്ഷനും കൂടെ ഒന്ന് റെഡിയാക്കി വയ്ക്കാം. ഓൾമോസ്റ്റ് എല്ലാ ചിക്കനും റെഡിയാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും പാൻ ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് അതിലേക്ക് ഉള്ളി ഇടാം. ഉള്ളി ഒന്ന് വേഗം സോട്ടായി കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പിടാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇടുന്നത് തക്കാളിയാണ്. തക്കാളി ഒരു ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്തതാണ്. അതും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് അവിടെ ഇരുന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് സോഫ്റ്റ് ആവട്ടെ. ഇതിങ്ങനെ കുറേ സെറ്റ് ഓഫ് കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ എല്ലാം വളരെ സ്പീഡിൽ ചെയ്യുന്നതാണ് കേട്ടോ. അറ്റ് ദ സെയിം ടൈം ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ പാസ്ത സോസ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് കട്ടിയായിപ്പോയി. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ പാലൊഴിച്ച് അതൊന്നും കൂടി ചൂടാക്കി എടുക്കുകയാണ്. ആ അടുപ്പ് ഇത്തിരി ചെറുതാണ്, അതുകൊണ്ട് ഞാൻ മറ്റേ പാനെടുത്ത് അവിടേക്ക് വെച്ചിട്ട് തിരിച്ചു വെച്ചു. എന്നിട്ട് നമുക്കൊന്നും കൂടെ മിക്സാക്കി എടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ മിക്സായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ വെജിറ്റബിൾ മിക്സിലേക്ക് ഞാൻ കുറച്ച് ഗ്രീൻ പീസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ. എനിക്കിത് കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നിയിട്ട് ഞാൻ കുറച്ചും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും വന്നിട്ടില്ല കേട്ടോ. കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ എന്നാലും. പിന്നെ നമുക്ക് പാൻ മാറ്റി വയ്ക്കാം, കാരണം സോസ് ഓൾമോസ്റ്റ് സെറ്റായി. അപ്പോൾ ഇനി ബർണർ ഓഫ് ചെയ്തിട്ട് നമുക്ക് ആ ചൂടിൽ തന്നെ കുറച്ച് നേരം വെക്കാം. ഇടയ്ക്ക് കൊടുക്കാനായിട്ട് മറക്കരുത്, അടി പിടിക്കേണ്ടതെന്ന് നോക്കണം. മീൻവൈൽ നമുക്ക് വെജിറ്റബിൾ അഗെയിൻ മിക്സാക്കി എടുക്കാം. വെജിറ്റബിൾ ഏകദേശം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച്, നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, കുറച്ച് കശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ ഇത്തിരി കെച്ചപ്പും കൂടെ ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടെ ആയി കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു കളറുണ്ട് കേട്ടോ. ഒരു റെഡ് സോസിൻ്റെ ഒക്കെ പോലെ നല്ല കളറുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി സെറ്റായി. ഇനി ഇതെല്ലാം കൂടി മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം കൂടി ഒരു
ട്രേയിലേക്ക് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഓവനിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം അതിനായിട്ട് ഞാനൊരു ഗ്ലാസ് ട്രേ ആണ് എടുത്ത് വെക്കുന്നത്. അത് നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് മതി, കാരണം നമ്മളിപ്പം ഇതൊന്ന് ജസ്റ്റ് അടിയിലൊന്നും പിടിക്കാതിരിക്കാനും പിന്നെ നന്നായിട്ട് പെട്ടെന്ന് പോരാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ചൊരു ബട്ടർ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് പാസ്ത ഷീറ്റ്സ് വെച്ച് കൊടുക്കാം. ഈ പാസ്ത ഷീറ്റ് വെക്കുന്നതും എനിക്കൊരു അബദ്ധം പറ്റിയായിരുന്നു കേട്ടോ. ഇതിൽ ഫുൾ അബദ്ധമാണല്ലോ, എന്താ അത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണോ വെക്കേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ മേലെ വെച്ചതിനകത്ത് നല്ലതായിട്ട് ഡ്രൈ ആവുമായിരുന്നു. ഇതിങ്ങനെ വെച്ചിട്ട് താഴത്തെ സെക്ഷൻ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഇതിൻ്റെ മേലെ ഒരു കവറിങ് വെച്ചത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകുന്നു. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് പെരി പെരി സോസാണ് കേട്ടോ ഒഴിക്കുന്നത്. നല്ല എരിവാണ്, അതുകൊണ്ട് ഈ ഒരു ട്രിപ്പിൽ അതങ്ങ് നിർത്തി. കാരണം നോനൂന് കഴിക്കാനുള്ളതാണല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വൈറ്റ് സോസ് ആഡ് ചെയ്തു. വൈറ്റ് സോസിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ വൈറ്റ് സോസിന് ഒരു ടേസ്റ്റും നല്ല സ്മെല്ലും. അപ്പം അത് നന്നായിട്ട് നമുക്ക് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വച്ചേക്കുന്ന ഓരോരോ മിക്സായിട്ട് ആഡ് ചെയ്യാം. കണ്ടോ, എഗ് മിക്സ് ഇച്ചിരി വലുതായിട്ടാണ്. എഗ് മിക്സ് എല്ലായിടത്തും ആക്കി കൊടുക്കാം. ഫസ്റ്റ് എല്ലായിടത്തും കവറായുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ, അതും എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ സെറ്റാക്കി കൊടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. എല്ലായിടത്തും സ്പ്രെഡ് ആവാൻ പാകത്തിന് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളുടെ വെജിറ്റബിൾ മിക്സ്, ഇത് റെഡും ഗ്രീനും എല്ലാം കൂടെ ഒരു മിക്സ് ആയപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ ഗ്രീൻ പീസ് എടുത്ത് ഇട്ടത്. പക്ഷേ ഇവിടെ ആർക്കും അങ്ങനെ ഗ്രീൻ പീസ് ഇഷ്ടമല്ല. അപ്പം അതും കൂടി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സോസിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഈ ഒരു മിക്സിന്, വെജിറ്റബിൾ മിക്സിന്. അത് തനിയെ നമുക്ക് എന്താ പറയുക, ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാനും കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ അതും കൂടി ഫില്ല് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചീസാണ്. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ചീസ് സ്ലൈസസ് ഉണ്ട്. ഞാൻ അതാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം അത് നമുക്കൊരു 4 പീസ് മതിയാവും ഇത് ഫുള്ളും കവർ ചെയ്യാനായിട്ട്. ഇതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടവും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ചീസ് സ്ലൈസസ് വെച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബാക്കി വന്നിരുന്ന പാസ്ത സോസ് നമുക്ക് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഞാൻ ഒട്ടും വേസ്റ്റ് ആക്കാതെ ബാക്കി വന്നതെല്ലാം തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ വീണ്ടും പാസ്ത ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്യണം. അവിടെയാണ് എനിക്ക് അടുത്ത പണി കിട്ടുന്നത്. കാരണം ഈ പാസ്ത ഷീറ്റ് വെച്ചിട്ട് ഞാൻ ഓവനിൽ വെച്ചപ്പം നമ്മൾ പൊള്ളിക്കുമ്പോൾ അങ്ങനെ പൊന്തി വരത്തില്ലേ, ആ ഒരു രീതിയിൽ വരുമായിരുന്നു പാസ്ത ഷീറ്റ്. ഡ്രൈ ആയി. അപ്പോൾ ഒരു 3 മിനിറ്റ് ഞാൻ വെച്ച് കഴിഞ്ഞിട്ട് അതെടുത്തു. എന്നിട്ട് ഞാനത് വീണ്ടും മാറ്റിയിട്ട് ഞാനത് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് ആവി കയറ്റിയല്ല വെള്ളത്തിലിട്ടിട്ട് ബോയിൽ ചെയ്തു. ലൈക്ക് പാസ്ത നമ്മൾ വേവിക്കുന്ന പോലെ ഈ ഷീറ്റ് വേവിച്ചു. എന്നിട്ട് ഞാൻ അതിൻ്റെ പൊക്കത്തിലേക്ക് വെച്ചു. അപ്പം വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ ചെയ്യാതിരുന്ന താഴത്തെ ലെയറാണ് കേട്ടോ കുറച്ചും കൂടി നന്നായിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാക്കി നമ്മൾ ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് താഴത്തെ ലെയർ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ ഷോപ്പിൽ നിന്ന് കഴിക്കുന്ന ലസാനിയ പോലെ വന്നിട്ടുണ്ട്. പക്ഷേ മേലത്തെ ലെയർ ഒട്ടും സെറ്റായില്ല. ഇതാണ് കേട്ടോ ഫൈനലി ഞാൻ എടുത്തപ്പോൾ ഇതാക്കിയത്. കട്ട് ചെയ്യാൻ ഇത്തിരി പാടായിരുന്നു മേലെ. അപ്പോൾ ഞാൻ ഓരോ ഷീറ്റും പിസ്സ കട്ടർ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് പീസാക്കി വെച്ചു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ? കണ്ടിട്ട് എങ്ങനെയുണ്ട്? ചിക്കനും വേണം. കൊള്ളാവോ? KFC ചിക്കൻ്റെ ടേസ്റ്റാ. KFC ചിക്കൻ്റെയോ? അതിനൊരു സാധ്യതയില്ലല്ലോ. അതുണ്ടാവും. പാസ്തേന്റെയും KFC ചിക്കൻ്റെയും പാസ്ത ഷീറ്റാണ് അത്. ഇഷ്ടപ്പെട്ടോ? അത് ഫുള്ളും കഴിക്കുമോ? അപ്പോൾ എന്തായാലും എനിക്ക് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. ഹോപ്പ് ഇറ്റ് ഈസ് ഗുഡ്. ഇനി ഞാനിങ്ങോട്ട് കഴിച്ചോട്ടെ. അപ്പോൾ ഞാൻ എന്താ കുറച്ച്
എഗ്ഗ് ഉണ്ട്, പാസ്ത ഷീറ്റ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതൊന്ന് നമുക്ക് ഒരുമിച്ച് കഴിച്ച് നോക്കാം. വളരെ റിച്ചാണ് കേട്ടോ. അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് വയററിയും. കാരണം ഭയങ്കര റിച്ച് സോസൊക്കെ ഉള്ളതുകൊണ്ട് വൈറ്റ് സോസ് ആണെങ്കിലും അത്യാവശ്യം പെട്ടെന്ന് നമുക്ക് ഫില്ലാവും. പാസ്ത ഷീറ്റ് പിന്നെ പറയണ്ടല്ലോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് കുറച്ച് പ്രോബ്ലംസ് പറ്റിയിട്ടുണ്ടായിരുന്നു, അത് മുന്നേ ഞാൻ പറയാം.